സോ ഹേ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നലെ നമ്മൾ നിന്ന സ്റ്റേ ആണിത്. നമ്മളിനി അടുത്ത 2 ദിവസം ഇവിടെ തന്നെ നിൽക്കുന്നത്. സോ രാവിലെ ഞാൻ സിറ്റിയിലൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. വണ്ടിയിൽ പെട്രോൾ കുറവാണ്, നമുക്ക് പെട്രോൾ അടിക്കണം. പിന്നെ ഇവിടുത്തെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ നോക്കിയിട്ട് അവിടേക്ക് ഒന്ന് കറങ്ങാമെന്ന് വിചാരിക്കും. നമ്മൾ ഇന്നലെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ബ്രിഡ്ജ് കണ്ട് ഗൈസ്, ക്യാൻതോ ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ബ്രിഡ്ജ്. ആ ബ്രിഡ്ജ് കയറിയാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ കിടിലം ബ്രിഡ്ജായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയി അത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പ്. ഫുൾ 23,760 രൂപയാണ് ഒരു ലിറ്ററിൻ്റെ റേറ്റ് കേട്ടോ അവിടെ. നമുക്കിപ്പം എന്തായാലും ഫുള്ള് ഒരു 4 ലിറ്റർ അടിക്കേണ്ടി വന്നു. ഓക്കെ, ഫുൾ ടാങ്ക് ആയിട്ടുണ്ട്. ഇവിടുത്തെ പെട്രോൾ നല്ല വെള്ള കളർ ഇരിക്കണം, നമ്മളവിടുത്തെ പോലെ ഒരു ഓറഞ്ച് കളറൊന്നുമല്ല. പക്ഷേ ഫുൾ ടാങ്ക് അടിച്ചപ്പോൾ ഇവിടുത്തെ 1 ലക്ഷം രൂപയായി. അപ്പം നമ്മുടെ നാട്ടിലെ ഒരു 350-360 രൂപയ്ക്കകത്തായി. ഓക്കെ, വണ്ടിയിൽ ഫുൾ ടാങ്ക് ആയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് സിറ്റി ഫുൾ ഒന്ന് കറങ്ങാം. ഞാൻ ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ പോകാൻ വേണ്ടി ലൊക്കേഷൻ ഇട്ടതാണ്. ഒരു മുടുക്ക് വഴിയൊക്കെയാണ് എന്നെ മാപ്പ് കൊണ്ടുപോകണം. അതാ കണ്ട വീടൊക്കെ സെറ്റ് ചെയ്തേക്കണ നോക്ക്. ഇവിടെ ചെന്ന് എത്തുമെന്നോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇതങ്ങനെ പാലത്തിൻ്റെ വ്യൂ കാണാൻ വേണ്ടി വന്നതാണ്. പക്ഷേ പാലം അങ്ങ് ദൂരെ ഉണ്ടോ, നമുക്ക് അതിൻ്റെ താഴോട്ട് പോകാൻ പറ്റില്ല. ആക്ച്വലി അതൊരു ഐലൻഡാണ്, വണ്ടി അങ്ങോട്ട് പോകില്ല, ബോട്ടിലൊക്കെ പോകാൻ പറ്റുള്ളൂ. അവിടെ പോയിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് പാലം കാണാമായിരുന്നു. പക്ഷേ ഇവിടെ നിന്നാൽ ഈ ഒരു വ്യൂ മാത്രമേ ഉള്ളൂ. കണ്ടോ, കാണാം പാലം. സസ്പെൻഷൻ ബ്രിഡ്ജാണ്, അടിപൊളി പാലമാണ്, നല്ല പൊക്കമുള്ള പാലമാണ് ഇത്. അത് അപ്പോൾ ഇതാണ് പാലത്തിൻ്റെ വ്യൂ. ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ അടുത്ത് കാണാൻ പറ്റുമെന്ന്, പക്ഷേ കാണാൻ പറ്റുന്നില്ല. കാണണ്ട, ഈ റിവറിൽ കൂടെ ഓരോ ബോട്ടൊക്കെ പോകണതാണ്. കാണണ്ട ഒരു ബോട്ട്, ആ ഒരു ബോട്ട് പോകണം, മീൻ പിടിക്കാൻ പോകണതായിരിക്കും ചിലപ്പോൾ. ഇനി നമുക്ക് എന്തായാലും അടുത്ത സ്പോട്ടിൽ പോകാം. അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ചുവാ പത്ത് ഹോക്ക് എന്നാണ് ഈ ടെമ്പിളിൻ്റെ പേര്. ഇതൊരു 5 നില വലിപ്പമുള്ള ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. കണ്ടാ, ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട്. കയറുമ്പോൾ തന്നെ ഒരു പാട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല ഒരു ചൈനീസ് ആർക്കിടെക്ചറൊക്കെയാണ്. നമുക്ക് എന്തായാലും ഇതിനകത്ത് കയറി വെക്കാം. ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട്. കണ്ട, 5 നിലയാണ്. അതുകൊണ്ട് ഇവിടെ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട്. നമുക്കിവിടെ ശാമ്പ്രാണിയൊക്കെ വേണമെങ്കിൽ കത്തിച്ച് വെക്കാം. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ടുള്ള ഒരു എൻട്രൻസ്. ഇവിടെ എന്തോ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് എന്തൊക്കെ ചെയ്തുകൂടാ എന്നുള്ളതാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ഞാനിവിടെ താഴെ ഒരു ആളോട് ചോദിച്ച് ചെരുപ്പിട്ടുകൊണ്ട് കയറാമെന്നൊക്കെയാണ് പറഞ്ഞത്. ആണ്ട ഫസ്റ്റ് ഫ്ലോർ കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. ആണത്, ഇവിടെ ഒരു കുബേരനെ കാണാം നമുക്ക്. ഇവിടെ എല്ലാ നിലയിലും ബുദ്ധൻ്റെ പ്രതിഷ്ഠ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 5ാമത്തെ നിലയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഏറ്റവും മുകളിലൊരു ഗോൾഡൻ കളർ ബുദ്ധൻ്റെ പ്രതിഷ്ഠയാണ്. 1, 2, അയ്യോ നടന്നു വയ്യ കാശ്, 3-4 പ്രതിഷ്ഠ ഉണ്ട് ഗോൾഡൻ കളർ. കൊള്ളാല്ലേ, നല്ല രസമുണ്ട്, നല്ല പൊക്കമുണ്ട് കേട്ടോ. അപ്പുറത്ത് വേറൊരു കോവിൽ പോലെ എന്തോ ആണെന്ന് തോന്നുന്നു, പഗോഡയാണോ എന്തോ അറിഞ്ഞൂടാ. നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെയും കൂടെ ചെന്ന് കയറി വെക്കാം. ഇതാണ് നമ്മുടെ ക്യാൻതോ സിറ്റി. ഓക്കെ, ഒരു മഴക്കോളൊക്കെ ഉണ്ട്. മഴ പെയ്യോ എന്നുള്ളത് അറിഞ്ഞൂടാ. ഞാൻ വന്നത് തൊട്ട് ഇവിടെ മഴക്കോളാണ്, പക്ഷേ മഴ ഒരിടത്തും പെയ്ത് കണ്ടില്ല. പിന്നെ ഈ പ്രതിഷ്ഠകളുടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു വലിയ മണിയും കാണാം. അതുകൊണ്ട് വൈകുന്നേരം ദീപാരാധന സമയത്ത് മണിയൊക്കെ അടിക്കുമായിരിക്കും. ഓക്കെ, ഇത് അവിടെ ഒരു ജോളി ബീ ഉണ്ട് കേട്ടോ. ഇപ്പോൾ വിശപ്പില്ല, ഇല്ലായിരുന്നെങ്കിൽ അവിടെ നിന്ന് ഫുഡ് വല്ലതും കഴിക്കുകയായിരുന്നു. ആ ടെമ്പിൾ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. അത് 1941 നിർമ്മിച്ച ഒരു ടെമ്പിളാണ്. ഈ ടെമ്പിൾ എന്ന് പറയുമ്പോൾ 1951 നിർമ്മിച്ചതാണ്. ഓക്കെ, നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങാം. ഇവിടെ വേറെ ഒന്നും അധികം കാണാനില്ല, അങ്ങോട്ട് പോകാം. നമ്മൾ അടുത്ത ബുദ്ധിസ്റ്റ് ടെമ്പിളിൻ്റെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതാ ആ ടെമ്പിളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെ. ഇതിൻ്റെ പേരെന്തെന്ന് വെച്ചാൽ മുനിറൻസി അങ്ങനെ എങ്ങാണ്ടാണ്, ഇല്ല നോക്കട്ടെ ഗൈസ്, ഇതിൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെയാണ് പാട്. മുനിറൻസി ചെമർ ബുദ്ധിസ്റ്റ് ടെമ്പിൾ. ഓക്കെ, അതാണ് ഇത്. പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഇത് 1941 നിർമ്മിച്ചതാണ്. പക്ഷേ ചുറ്റുവട്ടത്തൊന്നും ആരും കാണാനില്ല. എനിക്ക് തോന്നുന്നു നട്ടുച്ചയ്ക്ക് കയറി വന്നാൽ പിന്നെ ആര് കാണാം ഈ ടെമ്പിളിലൊക്കെ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് ഒക്കെ. പക്ഷെ ഇവിടെ കുറേ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കാണാം. നമുക്ക് ഇതിൻ്റെ ബാക്കിലൊക്കെ ഒന്ന് പോയി നോക്കിയിട്ട് വരാം എന്തൊക്കെയാണ്. പക്ഷേ എല്ലായിടും അടച്ചിരിക്കുന്നു ഗൈസ്, ഉച്ചയായതുകൊണ്ട് ടെമ്പിളെല്ലാം അടച്ചിരിക്കുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടിട്ട് പോവാം. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോർ കയറി. ഫസ്റ്റ് ഫ്ലോറിൻ്റെ അകത്ത് ഇതാണ് പ്രതിഷ്ഠ. കണ്ട, എല്ലാ ബുദ്ധിസ്റ്റ് ടെമ്പിളിലും ഈ ഒരു രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാം ഒരുപോലെയൊക്കെ ഇരിക്കും. ഓക്കെ ഗൈസ്, ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകാം. അങ്ങനെ വൈകുന്നേരമായി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ജോളിബിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ വിയറ്റ്നാമിൽ വന്നാൽ വേറെ വിയറ്റ്നാമീസ് ഫുഡൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നേരെ ജോളിബിയിൽ വന്നോ. അവിടുത്തെ ഫ്രൈഡ് ചിക്കനൊക്കെ അടിപൊളിയാണ്. സോ ഇതാണ് ഇവിടുത്തെ മെനു കേട്ടോ.
നമുക്ക് ഫ്രൈഡ് ചിക്കൻ ഉണ്ട്, ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും, പിന്നെ ബർഗേഴ്സ് കിട്ടും, പിന്നെ പാസ്ത ഇതും കിട്ടും. ഓക്കെ, പിന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് 2 ചിക്കൻ ബ്രോസ്റ്റഡ് ചിക്കൻ വിത്ത് സ്പൈസിയാണ്, പിന്നെ ഒരു ഡ്രിങ്ക്, ദെൻ ഒരു ഫ്രൈസ്. നമുക്ക് 3 പേർക്കും അത് തന്നെ ഓർഡർ ചെയ്താൽ എല്ലാം കൂടെ 1000 രൂപയാണ്. ഓക്കെ, നിങ്ങൾക്ക് വിയറ്റ്നാമിൽ വന്നിട്ട് വിയറ്റ്നാമീസ് ഫുഡൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ജോളിബിയിൽ വന്നാൽ ജോളിബി വിയറ്റ്നാമിൽ ഒട്ടുമിക്ക സ്ഥലത്തും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ നല്ല ഫ്രൈഡ് ചിക്കൻ കഴിക്കാം. സ്പൈസി ഫ്രൈഡ് ചിക്കൻ തന്നെ ഓർഡർ ചെയ്യണം, സൂപ്പറാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അടുത്ത കാൻഡോ മ്യൂസിയത്തിൽ വന്ന് ചേർന്നിരിക്കുകയാണ്. നമ്മൾ നിന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് മ്യൂസിയത്തിൻ്റെ എൻട്രൻസ്. അത്യാവശ്യം നല്ല വലിയ മ്യൂസിയമാണ് കേട്ടോ. ഒരു 5 നില ബിൽഡിങ്ങിൻ്റെ പൊക്കമൊക്കെ വരും. ഇത് 1976 നിർമ്മിച്ച ഐറ്റമാണ്. കൊള്ളാം. ഇന്ന് കയറുമ്പോൾ തന്നെ നമ്മുടെ ഹോച്ചിമിൻ പുള്ളിയിലൊരു സ്റ്റാച്ചു കാണാം കണ്ടോ. ബാക്കിയുള്ളതൊക്കെ ഇവിടുത്തെ ഫ്രീഡം ഫൈറ്റേഴ്സൊക്കെ ആണെന്നാണ് തോന്നുന്നത്. എനിക്ക് ഈ ഹോച്ചിമിന് മാത്രമേ അറിയാവൂ. ആക്ച്വലി ഇതിൻ്റെ എൻട്രൻസ് ഫ്രീ ആണ്. വരുമ്പം ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ടിൽ എന്തോ ബുക്ക് ഫെസ്റ്റ് എന്തോ നടപ്പുണ്ട് ഇതിൻ്റെ. ഓക്കെ, ഇതാണ് കയറുമ്പോൾ ഇവിടുത്തെ മാപ്പാണെന്ന് തോന്നുന്നു. ഓക്കെ, പക്ഷെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതല്ല ഇവരെ ഭാഷയിലാണ്, ഇംഗ്ലീഷിലൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റർ ഇട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താലേ പറ്റുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ കാൻഡോര മാപ്പാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് ഏതോ ഒരു പൂവൊക്കെ അവരെടുത്ത് ഉണക്കിയൊക്കെ വെച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ കിട്ടുന്ന പലതരം വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സും അതിൻ്റെ ലീവ്സൊക്കെ ആണെന്ന് തോന്നുന്നു. കണ്ടോ, എല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഭാഷയിലാണെന്നേ ഉള്ളൂ, ഒന്നും ഇംഗ്ലീഷിലില്ല. ഇവരുടെ പഴയ കാലം എങ്ങനെയാണെന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു എക്സിബിഷൻ കം മ്യൂസിയമാണ്. കണ്ടോ, പഴയ ഇവരെ ബോട്ട്, നെല്ല്, അതുകൊണ്ടാണ് 2 പേരിയ്ക്കുന്നത്. ഒറിജിനൽ ആൾ പോലും ഉണ്ട്. ഈ തടിയിലൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് ശില്പങ്ങൾ, ഇതൊക്കെ എന്താണെന്നൊന്നും വലിയ പിടിയില്ല ഗൈസ്. ഇതാണ്ട ഇവിടെ ഒരു കൂജ പോലത്തെ സാധനം, വേറെ 2-3 കല്ലിലുണ്ടാക്കിയെടുത്ത സാധനങ്ങൾ, എന്തോ ജീവിയുടെ സ്കൾപ്ചറൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. ഇതാ മാനിൻ്റെ ആണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇവരെ പഴയ കാലം ഫുള്ള് ഇവിടെ വിവരിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പിന്നെ ഇവരെ ഭാഷ അറിഞ്ഞിടാത്തതുകൊണ്ട് എല്ലാം കണ്ടിങ്ങനെ പോവാം. ഓക്കെ, ഇവരെ ട്രഡീഷണൽ ഡ്രസ്സ്, മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം ഇവിടെ ഉണ്ട്. കണ്ട, ഇത് മറ്റേ ചൈനീസ് പോലെയൊക്കെയാണ് ഒരു റിസംബിൾസ് ഉള്ളത്. കണ്ട, ഇവിടെ പഴയ കാല ഓർണമെൻറ്റ്സ്, അങ്ങനത്തെ സാധനം ഓർണമെൻറ്റ്സ് ഇട്ട് വെച്ചിരിക്കുന്ന പെട്ടി. അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നു വന്നപ്പം വേറൊരു റൂം. ഇത് നമ്മുടെ ബുദ്ധിസ്റ്റ് ടെമ്പിളിലൊക്കെ പോകില്ലേ, അതിൻ്റെ അകം പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, ഇവിടെയും ഇവരെ പഴയകാല സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വച്ചിരിക്കുന്നതാണ്. ഇവിടെ ആരും പറഞ്ഞു തരാനും ഒന്നുമില്ല, നമ്മൾ തന്നെ കണ്ട് മനസ്സിലാക്കി പൊയ്ക്കണം. അതാണ് ഇവിടുത്തെ രീതിയെന്ന് തോന്നുന്നു. പ്രതിമ, സ്റ്റാച്ചു, അത് തന്നെ. അവർക്ക് ഇംഗ്ലീഷും ഒന്നും അറിഞ്ഞൂടല്ലോ. എന്തായാലും കൊള്ളാം, കാണാനൊക്കെ നല്ല രസമുണ്ട്. ഗൈസ്, ഇങ്ങോട്ട് വന്നപ്പോൾ ഇവരെ പഴയകാല ടൂൾസൊക്കെ ഇതായിട്ടുണ്ട്. അമ്പ്, വില്ല്, വാള്, കത്തി, വാക്കത്തി, തോണ്ടി, മുറം, അങ്ങനത്തെ ഒരുപാട് സാധനം. ഇത് പഴയ തയ്യൽ മെഷീനാണെന്ന് തോന്നുന്നത്. അവരെ പഴയ ഡൈനിങ് ടേബിള്, പിന്നെ 2-3 പേര് ഇവിടെ നിന്നതാ മ്യൂസിക്കൊക്കെ വായിച്ചുകൊണ്ട്. പിന്നെ ഇതാണ് ഇവരെ പഴയകാല കറൻസി. ഓക്കെ, നോട്ടിൻ്റെയൊക്കെ വലിപ്പം നോക്കും, നല്ല വലിപ്പം. പണ്ട് കോയിൻസ് ഉണ്ടായിരുന്നു തോന്നുന്നു ഇവിടെ, പക്ഷേ ഇപ്പോൾ കറൻ്റ് കോയിൻസ് ഒന്നുമില്ല, നോട്ട് മാത്രമേ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. കണ്ട, എല്ലാം പഴയ കാല നോട്ട്സാണ്. പിന്നെ അതാ വീണ്ടും കുറച്ചുകൂടെ മോഡേണൈസ് ആയ ഡ്രസ്സുകൾ. കൊള്ളാം. ഇവർ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഓക്കെ, ബ്രൈഡ് ആൻഡ് ഗ്രൂം ഈ ഒരു ഡ്രസ്സിങ്ങിലായിരിക്കും ഒരുങ്ങി വരുന്നത്. ഇവരുടെ പഴയ ടൈപ്പ് റൈറ്റിംഗ് മെഷീനൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ യുദ്ധത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ഫോട്ടോകളും സംഭവങ്ങളൊക്കെയാണ്. ഓ, ഇത് മറ്റേ ആളെ കൊല്ലണ സാധനം, കഴുത്തതിൻ്റെ ഇടയിൽ വെച്ചിട്ട്. ഇതെന്തരാണിത്? വെടിവെക്കണ പീരങ്കിയായിട്ടാണ്. അതാ തോക്കൊക്കെ ഇരിക്കുന്നു ഗൈസ്, പഴയകാല തോക്കുകൾ. അതുകൊണ്ട് തോക്ക്, പിന്നെ കത്തി, ഇതൊക്കെ എനിക്ക് തോന്നണ നമ്മുടെ യുദ്ധത്തിനൊക്കെ യൂസ് ചെയ്ത സാധനങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നത്. ആ മോട്ടോർ ബോട്ട്, പഴയകാല മോട്ടോർ ബോട്ടൊക്കെ ഇവിടെ ഉണ്ട്. ഇത് കൊള്ളാം, അടിപൊളി. ഹാമർ, പിന്നെ എന്തൊക്കെ കുത്തി ഇളക്കണ സാധനം. ഇവിടെ ഇവരെ പഴയകാല മിസൈലൊക്കെ ആണെന്ന് തോന്നുന്നു തൂക്കിയിട്ടിരിക്കുന്നു. ഓ,
കണ്ട. പിന്നെ അതാ ഇവിടെ ഹയർ ഒഫീഷ്യൽസിന് കൊടുക്കുന്ന മെഡലൊക്കെ കാണാം. ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെ കാണാൻ. 2 നിലയിലേ കാണാനുള്ളൂ, ബാക്കി മുകളിലോട്ടൊക്കെ അവർ അടച്ചിട്ടിരിക്കുന്നു. എന്താണെന്ന് അറിഞ്ഞൂടാ. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലോട്ട് പോകാം. സോ അവിടെ നിന്ന് ഇറങ്ങിയ ഒരു മിലിറ്ററി സോൺ 9 എന്ന് പറഞ്ഞൊരു മ്യൂസിയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ബാക്കിലായിരുന്നു നമ്മൾ നേരത്തെ പോയിരുന്നത്. ഇത് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ. ഓക്കെ, ഇവിടെ എൻട്രൻസ് ഫ്രീ ആണ്. ഇവിടെ പഴയ കാലത്തെ മിലിറ്ററിയിൽ യൂസ് ചെയ്ത ഹെവി മെഷീൻസൊക്കെ ഇവിടെ കാണാം. വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ആ ഫ്രണ്ടിൽ 2-3 ടാങ്കുകളൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് ഇപ്പോൾ മിസൈല്, അവിടെ ഒരുപാട് വണ്ടികളുണ്ട്. ഹെലികോപ്റ്റർ കിടപ്പുണ്ട്, ഫൈറ്റർ ജെറ്റൊക്കെ അവിടെ കിടപ്പുണ്ട്. നമുക്ക് ആദ്യം അകത്ത് കയറി കാണാം, എന്നിട്ട് പുറത്തുള്ളതൊക്കെ കാണാം. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഓക്കെ, വന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റാച്ചു കാണാം. പിന്നെ ഇവിടുത്തെ മിലിറ്ററിയിലെ വലിയ വലിയ പഴയ ഓഫീസേഴ്സൊക്കെ ആണെന്ന് തോന്നുന്നു. അവരുടെ ഫോട്ടോ ഒക്കെ നമുക്കിവിടെ വച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇവിടെ എല്ലാം അതൊക്കെ തന്നെ ഉണ്ട്. നോക്കണ്ട, ചുറ്റിനും അത് തന്നെ. പിന്നെ അവരുപയോഗിച്ച പേന, കണ്ണാടി, ഒരുപാട് ഐറ്റങ്ങൾ കാണാം. ഇതും അപ്പുറത്ത് കണ്ടതുപോലെ തന്നെ തോക്ക്, കത്തി, വാട്ടർ ബോട്ടിൽ, ഡയറി, എന്തൊക്കെയാണ് നോട്ട്, എല്ലാം ഇവിടെ കാണാം. ഓക്കെ, പുസ്തകം, അവർ പണ്ട് കാലത്ത് ഉപയോഗിച്ച ടവല്, തോർത്ത്, കുപ്പി, മറ്റേ നമ്മുടെ തോക്ക് വയ്ക്കുന്ന സാധനം, ഇത് ടോർച്ചാണെന്ന് തോന്നുന്നു. ഓക്കെ, ഒരുപാട് ഐറ്റങ്ങൾ തന്നെ, എല്ലാം ഒരുപോലത്തെ ഐറ്റങ്ങൾ തന്നെ. ഇവിടുത്തെ പഴയ കാല സൈക്കിൾ ചാക്കൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് മിസൈലൊക്കെ ആണെന്ന് തോന്നുന്നു, കൊച്ചു മിസൈല്. പിന്നെ തോക്കുകൾ, ഇതൊക്കെ എന്താണ് ഐറ്റങ്ങൾ, ഒരു പിടിയില്ല ഗൈസ്. ഇമാരെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവുമായിരുന്നു, പക്ഷേ ഇവരുടെ ഭാഷയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ മിസൈലൊക്കെ കാളയെ കൊണ്ട് വലിപ്പിക്കുന്നതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നോക്ക്, ഈ ആളുകൾക്കൊക്കെ ഒരു ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ വിചാരിക്കും ഒറിജിനൽ ആൾ പോലെയൊക്കെ ഉണ്ട്. ഇതാ, തൊടല്ലേ. ഓ, അടിപൊളി. ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനത്തിനെല്ലാം ഒരു ഒറിജിനാലിറ്റി ഉണ്ട്. ഈ മ്യൂസിയത്തൊന്നും വലിയ തിരക്കൊന്നുമില്ല ഗൈസ്. നമ്മൾ 2 പേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാണാൻ വേണ്ടി. നമ്മൾ വന്ന തൊട്ട് ഈ ഒരു കാലാവസ്ഥയാണ്, മഴക്കോൾ പോലെ കിടന്നു. പക്ഷേ മഴയില്ല. പക്ഷേ വേറൊരു കാര്യം, ചൂടുണ്ട്. വെയിലില്ലെങ്കിൽ നല്ല ചൂടാണ്. ഓക്കെ, ഇതാണ് അവരുടെ ടാങ്കൊക്കെ ഇവിടെ നിർത്തി അടിക്കുന്നത് കാണാൻ സാധിക്കും. കണ്ടോ, അവിടെയും ഒരുപാട് മറ്റേ യുദ്ധത്തിനാവശ്യമായ വണ്ടികളും തോക്കും അതും ഇതൊക്കെ കിടക്കുന്നതാണ്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓഫ്, മിസൈലോ, എന്ത് വലുപ്പം നോക്കുന്നതിന്. ഇതൊക്കെ ഒറിജിനൽ സാധനമാണ് കേട്ടോ. പണ്ട് എപ്പോൾ യൂസ് ചെയ്യുന്നതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതും അവരുടെ ഭാഷയിലാണ്, എല്ലാം അവരുടെ ഭാഷയിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇതാ കൊച്ചു ഫൈറ്റർ ജെറ്റ് വിത്ത് മിസൈൽ, അതാണ്ട് ഒരു ഹെലികോപ്റ്റർ. സോ നിങ്ങൾക്ക് ഈ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ മ്യൂസിയത്തിലൊക്കെ വന്ന് നോക്കിയാൽ മതി. എൻട്രിയൊക്കെ ഫ്രീ ആണ്. നമ്മൾ പോയ 2 എൻട്രി ഫ്രീ ആയിരുന്നു. പിന്നെ ഒരുപാട് മ്യൂസിയം നമ്മുടെ ഈ വിയറ്റ്നാമിലുണ്ട്. മോസ്റ്റ് ഓഫ് ദ മ്യൂസിയം എല്ലാം എൻട്രി ഫ്രീ ആണ്. ആളൊന്നുമില്ല, ആളും തിരക്കൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾ കയറി കണ്ടാൽ മതി. സോ അങ്ങനെ നമ്മൾ ക്യാൻ തോ മാർക്കറ്റിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതാണ് മാർക്കറ്റിൻ്റെ ഫ്രണ്ട് വശം. ഓക്കെ, ക്യാൻ തോ മാർക്കറ്റ്. ഇവിടെ നമുക്ക് ഒരുപാട് സ്ട്രീറ്റ് വെൻഡേഴ്സിനെ കാണാം. അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് ലോക്കൽ ഫുഡൊക്കെ കിട്ടും. ഇതൊക്കെയാണ് അവരെ ലോക്കൽ ഫുഡ്. പക്ഷെ നമ്മൾ ഈ ലോക്കൽ ഫുഡ് കഴിക്കാൻ വേണ്ടി തയ്യാറല്ല ഗൈസ്. ഒരു വട്ടം കഴിച്ചതോടുകൂടി മതിയായി. ഇന്ന് അതിൽ അവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ചപ്പോൾ അതിനകത്ത് മുടിയൊക്കെ കിടന്നു. പിന്നെ അതോടുകൂടി നമ്മുടെ ലോക്കൽ ഫുഡിനോടുള്ള ഇമ്പ്രഷൻ പോയി കിട്ടും. പിന്നെ നമ്മൾ ഫുള്ളും എൻ്റെ 7-Eleven-ൽ നിന്നും ജോളിബീയിൽ നിന്നും ഒക്കെയാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പിന്നെ നമ്മൾ 7-Eleven-ൽ നിന്ന് തന്നെ മാഗി അങ്ങനത്തെ ഐറ്റമൊക്കെ കഴിച്ച്, അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിന്നൊന്നും കഴിക്കുന്നില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ ലോക്കൽ ഐറ്റംസൊക്കെ. ഫ്രൂട്ട്സ് ഉണ്ട്, കരിമ്പിൻ ജ്യൂസ് ഉണ്ട്. ആണ്ട എന്തൊക്കെയാണ് സാധനം വേവിച്ചൊക്കെ തരും. പോർക്ക്, എഗ്ഗ്, പോർക്ക്, വെണ്ടയ്ക്ക. ഇവിടെ ജ്യൂസ് കടയാണെന്ന്, ജ്യൂസൊക്കെ ഐസിലിട്ട് വെച്ചിരിക്കണതാണ്. ഇതൊക്കെ മോമോസൊക്കെ അവിച്ചിട്ടിരിക്കണം. പല കളറിലുള്ള മോമോസൊക്കെ ഉണ്ട്. പിന്നെ ഇതൊക്കെ കാടമുട്ട, എന്തൊക്കെ ഐറ്റങ്ങൾ ഗൈസ്. ഒരു ചോറിരുന്ന് വെന്തുകൊണ്ടിരിക്കണം. പിന്നെ ഇതൊക്കെ നൊത്തോലി, കൊഞ്ച് ഐറ്റങ്ങൾ. പിന്നെ ചിക്കൻ സ്ക്രാമ്പിൾഡ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്നു. ഇത് വേറെ എന്തൊക്കെയോ ഐറ്റങ്ങൾ. ചോറ് വേണോ? നീരാളിയൊക്കെ ഇരിക്കുന്നു ഗൈസ്. ഇവിടെ സൂര്യ തുടർന്ന് നെമ്മീന്, പിന്നെ ഒച്ച് മീൻ മുട്ടയാണല്ലോ. മീൻ മുട്ട. സോ ഗായ്സ്, അങ്ങനെ നമ്മൾ നടന്ന് ലവ് ബ്രിഡ്ജിൻ്റെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ലവ് ബ്രിഡ്ജ്. ഓക്കെ, ഇതിൻ്റെ മുന്നിൽ വേറൊരു ചൈനീസ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. നല്ല ലാൻറ്റേണൊക്കെ ഇട്ട് സൂപ്പർ. നിങ്ങൾ മാപ്പിൽ ക്യാൻ തോ ലവ് ബ്രിഡ്ജ് എന്ന് അടിച്ചു നോക്കിയാൽ ഈ ലൊക്കേഷനിൽ എത്താൻ പറ്റും കേട്ടോ. ഓക്കെ,
ഇതാണ് ബ്രിഡ്ജിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഉള്ള വ്യൂ. ഒരു പൂ പോലെ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്ന ഒരു സാധനം. പിന്നെ ഇതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് വേറൊരു ബ്രിഡ്ജ്. ആ ബ്രിഡ്ജ് നമ്മുടെ വണ്ടിയൊക്കെ പോണ ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജും കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ എല്ലായിടത്തും ഈ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളവിടെയൊക്കെ ഈ പൊങ്കാലയ്ക്കും പെരുന്നാളിലൊക്കെ ലൈറ്റ് ഇടില്ലേ, അതുപോലെ ഇവിടെ എപ്പോഴും ലൈറ്റ് ഇട്ടിട്ടുണ്ട്. പിന്നെ വിശേഷമൊന്നുമില്ല, ഈ ലൈറ്റൊക്കെ എല്ലായിടത്തും ഉണ്ട്. നിങ്ങൾ ഈ ക്യാൻതോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വരികയാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഒരു രാവിലെ ഒന്നും വലുതായിട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ല. വൈകുന്നേരത്തിന് ശേഷം ഈ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി കാണാൻ നല്ല രസമാണ്. ഒരു സ്കൂട്ടറും റെൻ്റ് എടുത്ത് ഈ ക്യാൻതോ സിറ്റി ഫുള്ള് ഒരു 4 മണിക്ക് ശേഷം ഒരു രാത്രി 10-12 മണി വരെ സിറ്റിയിൽ ഫുള്ളിങ്ങനെ കറങ്ങി കാണാനുള്ളതുണ്ട്.